ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു ഫേവറേറ്റ് വീഡിയോ, ഇതാ ഒരു ചക്ക വലിയ ചക്ക ഉണ്ടാ, ഞാൻ പൊളിക്കാമെന്ന് നോക്കാം നമുക്ക് എന്താ പാട്. അപ്പോൾ ചിലർ പറഞ്ഞ് വരിക്കാന്ന്, ചിലർ പറഞ്ഞ് പഴഞ്ചക്കന്ന്. മിക്കവാറും പഴഞ്ചക്ക ആവാനാണ് സാധ്യത. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാനിത് മുറിക്കുകയാണ്. ഇതാണ് ചക്ക, സൂപ്പർ ചക്കയാണ് സംഭവം. പഴഞ്ചക്കയാണ്, എങ്കിലും പഴഞ്ചക്കയാണ് കഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ചക്ക എടുത്ത ഒരു ചക്ക എടുത്തായിരുന്നു. ചേർക്ക ചകിരിയാണ്. ഇതാണ് ചക്ക, പഴഞ്ചക്കയാണ്. പക്ഷെ നല്ല പഴുത്തിക്കണ്, നല്ല ടേസ്റ്റാണ്. പഴഞ്ചക്കയാണ് ശരീരത്തിന് ഏറ്റവും ബെസ്റ്റ്. വരിക്കനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും. ചിലർക്ക് ഇഷ്ടമില്ല എന്ന് മാത്രം. എങ്കിലും നമുക്ക് നോക്കാം, പഴഞ്ചക്ക കഴിച്ച് നോക്കാം. ഈ വിളഞ്ഞീനൊക്കെ ഇങ്ങനെ എടുത്താലേ, ഒരു ചകിരി പൊന്തിയിട്ട് ഇങ്ങനെ തുടച്ചാൽ ഈ വിളഞ്ഞീനൊക്കെ പോകണ്ട. ഇപ്പോൾ കയ്യിലൊട്ടില്ല. ഇതൊക്കെ സൈഡിൽ നമ്മൾ വീണ്ടും പൊടിക്കാൻ പോവാണ്. ഇപ്പോൾ 3 പൊളിയായി. അയ്യോ അയ്യോ അയ്യോ, ഇനിയും പൊടിക്കണം. ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ചവണി ഇങ്ങനെ എടുത്താൽ നമുക്ക് ചുള എടുക്കാം. ഒരു ചുള അല്ല, നല്ല വലിയ ചുളകളാണ്, വലിയ ചക്കയാണ്. ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഉള്ളിലെ ചവനി ഫുള്ളായിട്ട് എടുക്കണം. അതിങ്ങനെ ഇതാക്കിയാൽ ചുളകളൊക്കെ വേറെ വേറെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചുളകൾ ഇങ്ങനെ അടച്ചെടുക്കാം. സിമ്പിളായിട്ടല്ല. അങ്ങനെ ചക്ക മുറിച്ചു. നമ്മൾ ആ ചുളകൾ എടുക്കുകയാണ്. ചക്ക മുറിക്കുമ്പോൾ ഡ്രസ്സ് ഇട്ടാൽ വിളഞ്ഞൊക്കെ ഡ്രസ്സിലായാലും പുതിയ ഡ്രസ്സൊക്കെ കേടുവരും. അതാണ് ഷർട്ട് അയച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇതാ ഓരോ ചുളകൾ, ഈ 2 ചുളകൾ ഇങ്ങനെ ഇത് സിമ്പിളായിട്ട് എടുക്കണമല്ല, നല്ല സുന്ദരമായ ചുളകൾ. പണ്ടൊക്കെ ചക്ക എല്ലാവരും കഴിക്കും, ഇപ്പോഴും ചക്ക കഴിക്കും. ചക്ക ശരീരത്തിന് വളരെ നല്ലതാണ്. ക്യാൻസറിനെ വരെ പ്രതിരോധിക്കുന്ന പറയുന്നത്. ചക്ക കഴിക്കണം. ചക്ക ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനമാണ്. ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമാണ്. ചക്ക ആരും വേസ്റ്റാക്കരുത്. ചക്ക കഴിക്കുക, ചക്കയുടെ കുരു കഴിക്കുക. ചക്കയുടെ കുരുവിലൊക്കെ ഒരുപാട് കാൽസ്യങ്ങളുണ്ട്, ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ അത് ആരും കളയരുത്. ചക്കക്കുരു പണ്ടൊക്കെ ചുട്ട് തിന്നിരുന്നു ഞങ്ങളൊക്കെ, അടപ്പിലൊക്കെ ഇട്ട് ചുട്ട് തിന്നും. അപ്പോൾ ഒരു ഭാഗം കഴിഞ്ഞു, അടുത്ത ഭാഗം. ഇതിപ്പോൾ ഒരുപാട് ചുളമുണ്ട്. ഇത് പകുതി ഞങ്ങൾ എടുക്കുള്ളൂ, പകുതി അടുത്ത വീട്ടിലൊക്കെ കൊടുത്തിട്ട് ഒഴിവാക്കും.
ആക്കിയാൽ ചുളകളൊക്കെ കയ്യിൽ വരും കേട്ടോ. ഇതിൽ ഫുള്ള് ചുളയാണ്, ചവണി കുറവാണ്, കണ്ടില്ലേ? ഒരുപാട് പ്രോട്ടീനുള്ള സാധനമാണ് ചക്ക. ചക്ക ആരും കഴിക്കാതിരിക്കരുത്. ചക്ക എല്ലാവർക്കും കഴിക്കാം. ചക്ക കൊണ്ടൊരു അസുഖമില്ല. ചക്ക കഴിച്ചാൽ ഗ്യാസ് വരും എന്നൊക്കെ പറഞ്ഞ വെറുതെ. ചക്ക കഴിച്ചാൽ ഗ്യാസൊന്നും വരില്ല, ആർക്കും കഴിക്കാം. ഷുഗർ രോഗികൾക്ക് എന്താണെന്നുള്ള അറിയില്ല, അവരിനി അവരുടെ ഇഷ്ടത്തിന് കഴിച്ചത്. ഞാൻ പറഞ്ഞ് കഴിച്ചിട്ട് ഷുഗർ കയറിയിട്ട് മരിക്കണ്ട. നമ്മളെ നാട്ടിലെ ചക്കകൾ കയറിപ്പോയിട്ടാണ് ഓരോ പ്രൊഡക്റ്റ് ആക്കിയിട്ട് നാട്ടിലേക്ക് തന്നെ കയറ്റി വരും. അപ്പോൾ അത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് തിന്നും. നല്ല ഫ്രഷ് സാധനം നമ്മളെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ തിന്നില്ല. നമ്മളെ നാട്ടിൽ നിന്ന് കയറ്റി കൊണ്ടുപോയിട്ട് അവിടുന്ന് ഓരോ പ്രൊഡക്റ്റായിട്ട് ഓരോ സാധനങ്ങളായിട്ട് അത് കുപ്പിയിലും ഡപ്പയിലൊക്കെ ആക്കിയിട്ട് നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കയറ്റി വിടുമ്പോൾ അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് തിന്നും. അതാണ് നമ്മുടെ നാടിൻ്റെ സമ്പ്രദായം. നമ്മുടെ പാത്രം നിറഞ്ഞു. പകുതി ചക്ക പോലും എടുത്തിട്ടില്ല, ഇത്രയും ചുളയാണ് ഇതിൽ. ഇത് നമ്മൾ എടുത്ത് വെച്ചു കൊടുത്താൽ മക്കൾ അങ്ങോട്ട് കൊണ്ട് പോകുമ്പോൾ ഓരോന്ന് തിന്നും. അപ്പോൾ അവർക്കൊരു ഗുണം കിട്ടും. ഇതിങ്ങനെ ഇരുന്നാലും ആരും എടുക്കില്ല, അവിടെ ഇരിക്കുള്ളൂ. ചക്ക പൊളിക്കാൻ മടിയായിട്ടാണ് എല്ലാവരും ഏറെ ഒഴിവാക്കുന്നത്. ചക്കയുടെ വിളഞ്ഞിയും കയ്യിലാവും, മണം വരും എന്നൊക്കെയുള്ള ഇതാണ്. പാത്രം നിറഞ്ഞു പോയി, പകുതി ചക്ക എടുത്തിട്ടുള്ളൂ. പാത്രം നിറഞ്ഞു, ഇനി അടുത്ത പാത്രം വേണ്ടി വരും. അപ്പോൾ അതൊന്നും പൊളിക്കണില്ല, അത് അടുത്ത വീട്ടിലേക്ക് കൊടുത്തിട്ട് അവർ കഴിക്കട്ടെ. പോണടി ഇതൊക്കെ ഞാൻ കഴിച്ചു നോക്കണേ. ഓ, ഭയങ്കര മധുരം, നല്ല ടേസ്റ്റാണ്. തൊള്ള വെച്ചാൽ ഇങ്ങനെ ഇറങ്ങിപ്പോവും, അത്രയും ടേസ്റ്റ് ഉണ്ട്. നൂല് കുറവാണ്, പഴഞ്ചക്കണെങ്കിലും വരിക്കട മോഡൽ തന്നെ നൂല് കുറവാണ്, തിന്നാൻ ടേസ്റ്റ്. ഈ കുരുവൊക്കെ എടുത്ത് ഇവിടെ വെച്ചാൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.